ലോകത്ത് നിലവിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമേതെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉണ്ടാകൂ. അതാണ് ചൈന. അത്തരത്തിലുള്ള ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ നോക്കുകുത്തികളാക്കി മാറ്റിയ ചൈനയിലെ ചില മെഗാ പ്രൊജക്റ്റുകളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ചോങ്ചിങ് ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ചോങ്ചിങ് ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. ഏകദേശം 12 ലക്ഷത്തിലധികം സ്ക്വയർ മീറ്ററിലാണ് ഇത് പരന്നു കിടക്കുന്നത്. അതായത് 170 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഒന്നിച്ചു വച്ചാലുള്ള അത്രയും വലിപ്പം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂർ ജംഗ്ഷന്റെ ഏകദേശം 250 മുതൽ 300 ഇരട്ടിയിലധികം വലിപ്പമുണ്ട് ചൈനയിലെ ഈ ഒരൊറ്റ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തിന്. ഇതിന്റെ ഉള്ളിൽ ഭൂമിക്ക് മുകളിലും താഴെയുമായി 8 നിലകളാണുള്ളത്. ബുള്ളറ്റ് ട്രെയിനുകൾ, മെട്രോ ലൈനുകൾ, വലിയ ഷോപ്പിംഗ് ഏരിയകൾ, ഓഫീസുകൾ, ഹോട്ടലുകൾ എല്ലാം ഒരൊറ്റ കെട്ടിടത്തിനുള്ളിൽ തന്നെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ്. തിരക്കേറിയ സമയങ്ങളിൽ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് മാത്രം 16,000 യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ഇതിന് ശേഷിയുണ്ട്. ചൈനയിലെ ചോങ്ചിങ് നഗരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2018 ഈ സ്റ്റേഷന്റെ പ്ലാനിംഗ് ഔദ്യോഗികമായി തുടങ്ങുകയും ആ വർഷം നവംബർ 22 തന്നെ ഇതിന്റെ പണി ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു. 2022 മേയിൽ ഇതിന്റെ ഫൈനൽ ഡിസൈൻ ബ്ലൂ പ്രിന്റ് കിട്ടിയത് മുതൽ ഉദ്ഘാടനം ചെയ്യുന്നത് വരെയുള്ള മെയിൻ പണി തീർക്കാൻ അവർക്ക് വേണ്ടി വന്നത് വെറും 38 മാസങ്ങൾ മാത്രമാണ്. അങ്ങനെ 2025 ജൂൺ 27 ഈ സ്റ്റേഷൻ യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. പണി പൂർത്തിയായ ഈ സ്റ്റേഷനിൽ ഇപ്പോൾ 15 പ്ലാറ്റ്ഫോമുകളും 29 ട്രാക്കുകളുമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു റെയിൽവേ സ്റ്റേഷൻ പണിയാൻ എത്ര കാലം വേണ്ടിവരുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. യാർലങ് സാങ്പോ മെഗാ ഡാം. ടിബറ്റിൽ യാർലങ് സാങ്പോ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്ന് ഒഴുകിത്തുടങ്ങുന്ന ഈ നദി വെറും 50 കിലോമീറ്റർ ദൂരം എത്തുമ്പോഴേക്കും ഏകദേശം 2000 മീറ്ററോളം താഴേക്കാണ് പതിക്കുന്നത്. ഒരുപാട് വർഷങ്ങളായി എഞ്ചിനീയർമാർ ഇത് നോക്കി നിൽക്കുകയാണ്. അവിടെ വലിയൊരു ഇലക്ട്രിസിറ്റി പവർ സോഴ്സ് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നത് ഏതാണ്ട് അസാധ്യമായ കാര്യമായിരുന്നു. കാരണം അവിടുത്തെ ഭൂപ്രകൃതി അത്ര കഠിനമാണ്. പക്ഷേ ചൈന ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ 2025 ജൂലൈയിൽ മേഡോങ് ഹൈഡ്രോ പവർ സ്റ്റേഷൻ എന്ന് വിളിക്കുന്ന യാർലങ് സാങ്പോ മെഗാ ഡാമിൻ്റെ പണി അവർ ഔദ്യോഗികമായി തുടങ്ങി. ഇതിൻ്റെ മൊത്തം ചിലവ് വരുന്നത് ഏകദേശം $167 ബില്യൺ. അതായത് 16 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ വരുന്നത്. മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കി ഉണ്ടാക്കുന്ന പ്രൊജക്റ്റുകളിൽ ഒന്നാണിത്. പക്ഷേ ഇതിൻ്റെ ശരിക്കുമുള്ള വലിപ്പം മനസ്സിലാകണമെങ്കിൽ ഇതിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ പോകുന്ന കറണ്ടിൻ്റെ അളവ് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ പണി പൂർണ്ണമായി തീരുമ്പോൾ ഈ ഡാം വഴി ഓരോ വർഷവും 300 ടെറാവാട്ട് കറണ്ടാണ് അവർ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ചൈനയിലെ ആ ഒരൊറ്റ മെഗാ ഡാം വെറും ഒരു വർഷം കൊണ്ടുണ്ടാക്കുന്ന കറണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന് വേറെ ഒരിടത്തു നിന്നും കറണ്ട് വാങ്ങുകയോ ഉണ്ടാക്കുകയോ ചെയ്യാതെ തുടർച്ചയായി 10 വർഷത്തേക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇതിൽ ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയുണ്ട്. കാരണം ചൈനക്കാർ യാർലങ് സാങ്പോ എന്ന് വിളിക്കുന്ന ഈ നദി നേരെ ഒഴുകി വരുന്നത് നമ്മുടെ ഇന്ത്യയിലേക്കാണ്. ഇതിനെയാണ് നമ്മൾ ബ്രഹ്മപുത്ര എന്ന് വിളിക്കുന്നത്. നദിയുടെ മുകൾ ഭാഗം ചൈനയുടെ അതിർത്തിക്കുള്ളിലായതുകൊണ്ട് വെള്ളത്തിൻ്റെ ഫുൾ കൺട്രോൾ അവരുടെ കയ്യിലാകും എന്നതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. വേനൽക്കാലത്ത് അവർ വെള്ളം തടഞ്ഞു വെച്ചാൽ വടക്കുകിഴക്കൻ ഇന്ത്യയിൽ കടുത്ത വരൾച്ചയുണ്ടാകും. എന്നാൽ മഴക്കാലത്തോ അല്ലെങ്കിൽ നാളെ ഇന്ത്യയുമായി എന്തെങ്കിലും യുദ്ധമോ തർക്കമോ ഉണ്ടാകുമ്പോഴോ ചൈന ഈ ഡാമുകളുടെ ഷട്ടറുകൾ ഒന്നിച്ചു തുറന്നുവിട്ടാൽ ആസാമും അരുണാചലും വലിയൊരു പ്രളയത്തിൽ മുങ്ങിപ്പോകും. ചുരുക്കത്തിൽ ഒരു തോക്കോ മിസൈലോ പോലും എടുക്കാതെ ഇന്ത്യയെ തകർക്കാൻ ചൈനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാട്ടർ വെപ്പണായി ഈ ഡാം മാറാം എന്നാണ് ഇന്ത്യ ഭയപ്പെടുന്നത്. ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഹുവാജിയാങ് കാനോൺ ബ്രിഡ്ജ്. തെക്കൻ ചൈനയിലെ ഗുയ്ഷൌ എന്ന് പറയുന്ന സ്ഥലത്ത് ഗുവാജിയാങ് ഗ്രാൻഡ് കാനോൺ എന്നൊരു വലിയ താഴ്വരയുണ്ട്. അതിൻ്റെ അറ്റത്ത് ചെന്ന് നിന്ന് താഴേക്ക് നോക്കിയാൽ താഴെ ഒഴുകുന്ന വലിയ നദി ഒരു ചെറിയ നൂൽക്കഷ്ണം പോലെ മാത്രമേ കാണാൻ കഴിയൂ. അത്രയ്ക്കും ആഴമാണ് അതിന്. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വെള്ളത്തിലേക്കുള്ള ദൂരം 625 മീറ്ററാണ്. അതായത് ഐഫൽ ടവറിൻ്റെ ഏകദേശം ഇരട്ടി വലിപ്പം വരുന്നത്. ആ ആഴത്തിന് കുറുകെയാണ് ചൈന ഒരു പാലം പണിതു വെച്ചിരിക്കുന്നത്. ഈ ഹുവാജിയാങ് കാനോൺ ബ്രിഡ്ജാണ് ഇപ്പോൾ ഔദ്യോഗികമായി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം. ഇതിൻ്റെ മെയിൻ ഭാഗം മാത്രം ആ താഴ്വരയ്ക്ക് കുറുകെ 1420 മീറ്റർ നീളത്തിലാണ് കിടക്കുന്നത്. കേബിളുകൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ തൊഴിലാളികൾ ഡ്രോണുകളും ചൈനയുടെ സ്വന്തം ബെയ്ഡൌ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റവുമാണ് ഉപയോഗിച്ചത്.
ഇതിൻ്റെ പണി തീരാൻ വെറും 3 വർഷം മാത്രമേ എടുത്തുള്ളൂ എന്നതാണ് മറ്റൊരു കാര്യം. ഈ പാലം വരുന്നതിന് മുൻപ് ഇതിൻ്റെ അക്കരയ്ക്ക് പോകാൻ റോഡ് വഴി കറങ്ങിത്തിരിഞ്ഞ് ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്യണമായിരുന്നു. ആ 2 മണിക്കൂർ യാത്രയാണ് ഇപ്പോൾ വെറും 2 മിനിറ്റ് കൊണ്ട് തീരുന്നത്. 2025 സെപ്റ്റംബറിലാണ് ഈ പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. പെട്ടെന്ന് തന്നെ ചൈനയിൽ ആളുകൾ ഏറ്റവും കൂടുതൽ കാണാൻ വരുന്ന ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമായി ഇത് മാറി. സിച്ചുവാൻ ടിബറ്റ് റെയിൽവേ. ഈ ഭൂമിയിൽ മനുഷ്യർക്ക് കൈവെക്കാൻ ബുദ്ധിമുട്ടേറിയ പല സ്ഥലങ്ങളുമുണ്ട്. ചൈനയിലെ സിച്ചുവാൻ പ്രവിശ്യയും ടിബറ്റിലെ ലാസിയും തമ്മിലുള്ള വഴി അങ്ങനെ ഒരു സ്ഥലമാണ്. ഈ റൂട്ടിൻ്റെ ഭൂരിഭാഗവും കിടക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 3000 മീറ്ററിലധികം ഉയരത്തിലാണ്. അവിടെ മഞ്ഞിടിച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയവയൊക്കെ സാധാരണമാണ്. പോരാത്തതിന് ഈ വഴിയിലൂടെ 14 ആക്റ്റീവായിട്ടുള്ള ഫോൾട്ട് ലൈനുകൾ അഥവാ ഭൂകമ്പ സാധ്യതയുള്ള ലൈനുകൾ കടന്നു പോകുന്നതുകൊണ്ട് എപ്പോഴും മണ്ണും കുലുങ്ങിക്കൊണ്ടിരിക്കും. ഇനി ഇതൊക്കെ പോരാന് ടണൽ ഉണ്ടാക്കാൻ വേണ്ടി ഭൂമിക്കടിയിലെ പാറ തുറക്കുമ്പോൾ അവിടുത്തെ ചൂട് 89 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട്. അതായത് ഏതാണ്ട് തിളച്ച വെള്ളത്തിൻ്റെ അത്രയും ചൂട്. പക്ഷേ ചൈന ഇതിനെല്ലാം നടുവിലൂടെ ഒരു റെയിൽവേ ലൈൻ പണിതുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചൈനയായതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ. ഈ സിച്ചുവാൻ ടിബറ്റ് റെയിൽവേക്ക് ഏതാണ്ട് 2000 കിലോമീറ്റർ നീളമുണ്ട്. ഇതിലെ ഒരൊറ്റ സെക്ഷനിൽ മാത്രം എഞ്ചിനീയർമാർക്ക് 47 ടണലുകളും 121 പാലങ്ങളും പണിയേണ്ടി വന്നു. ഈ റൂട്ടിൻ്റെ 90% കിടക്കുന്നത് 3000 മീറ്ററിനും മുകളിലാണ്. അതുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സാധാരണ പോലെ ശ്വാസമെടുക്കാൻ പോലും പറ്റാറില്ല. ഇത്രയും കഠിനമായ തണുപ്പിലും കാറ്റ് കുറവുള്ള അന്തരീക്ഷത്തിലും വർക്ക് ചെയ്യാൻ വേണ്ടി പ്രത്യേകതരം മെഷീനുകൾ ഇവർ പുതുതായി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ ഇതിനു മുൻപ് ലോകത്ത് ഒരു രാജ്യവും ഒരു റെയിൽവേ പ്രൊജക്റ്റിനും മുതിർന്നിട്ടില്ല. പക്ഷേ ചൈന അതൊന്നും വകവെക്കാതെ മെയിൻ ഭാഗത്തിൻ്റെ പണി 2020 നവംബറിൽ ഔദ്യോഗികമായി ആരംഭിക്കുകയായിരുന്നു. 2032ഓടെ ഇതിൻ്റെ പണികൾ തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CR450 ഫുക്സിംഗ് ഹൈസ്പീഡ് ട്രെയിൻ. സാധാരണ ഒരു ബോയിങ് 737 വിമാനം റൺവേയിലൂടെ ഏകദേശം 280 കിലോമീറ്റർ സ്പീഡിലാണ് പൊങ്ങിപ്പറക്കുന്നത്. ആ ഒരു സ്പീഡിൽ എത്തുമ്പോൾ അതിൻ്റെ ടയറുകൾ നിലത്ത് നിന്ന് പൊങ്ങുകയും വിമാനം പറക്കാൻ തുടങ്ങുകയും ചെയ്യും. എന്നാൽ ചൈനയുടെ CR450 ട്രെയിൻ 2025 ഒക്ടോബറിൽ നടത്തിയ ടെസ്റ്റ് റണ്ണിൽ വെറും പാളത്തിലൂടെ സഞ്ചരിച്ചുണ്ടാക്കിയ സ്പീഡ് മണിക്കൂറിൽ 453 കിലോമീറ്ററാണ്. CR450 ട്രെയിൻ മണിക്കൂറിൽ 400 കിലോമീറ്റർ സ്പീഡിൽ സ്ഥിരമായി ഓടാൻ വേണ്ടി ചൈനയിൽ ഇപ്പോൾ തന്നെയുള്ള ഹൈസ്പീഡ് റെയിൽവേ നെറ്റ്വർക്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് മുഴുവനായി ഓടിത്തുടങ്ങുമ്പോൾ ബീജിംഗിൽ നിന്ന് ഷാങ്ഹായിലേക്കുള്ള 1000 കിലോമീറ്ററിലധികം ദൂരമുള്ള യാത്ര വെറും 2.5 മണിക്കൂർ കൊണ്ട് തീരും. ഇതേ ദൂരം കാറിലാണെങ്കിൽ 10 മണിക്കൂറിലധികം എടുക്കും. പോരാത്തതിന് ഈ ട്രെയിൻ ഓടുന്ന റെയിൽവേ നെറ്റ്വർക്കാണിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലുത്. രാജ്യം മുഴുവൻ വല പോലെ പരന്നു കിടക്കുന്ന 46,000 കിലോമീറ്ററിലധികം നീളമുള്ള ഹൈസ്പീഡ് റെയിലാണ് ചൈനക്കുള്ളത്. അതായത് പല രാജ്യങ്ങളുടെയും റെയിൽവേ നെറ്റ്വർക്ക് കൂട്ടിവച്ചാൽ പോലും ഇത്രയും വരില്ല. 2035 ആകുമ്പോഴേക്കും ഇത് 70,000 കിലോമീറ്റർ ആക്കി മാറ്റാനാണ് ചൈനയുടെ പ്ലാൻ. ചൈനയുടെ ഈ 46,000 കിലോമീറ്റർ നീളം വെച്ച് നോക്കിയാൽ ഇന്ത്യയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഏകദേശം 14 തവണ നീളത്തിൽ റെയിൽവേ ട്രാക്ക് ഇടാൻ മാത്രമുള്ള റെയിൽവേ നെറ്റ്വർക്ക് അവർ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഷിയോങ് ആൻഡ് ന്യൂ ഏരിയ. ബീജിംഗിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ മാറി ഹെബൈ പ്രവിശ്യയിലുള്ള ഒരു വലിയ സ്ഥലത്ത് ചൈന ഒരു പുതിയ നഗരം നിർമ്മിക്കുകയാണ്. അവിടുത്തെ ഓരോ റോഡും പൈപ്പും കറണ്ട് ലൈനും പാർക്കും ബസ് സ്റ്റോപ്പുമെല്ലാം ഒരൊറ്റ വലിയ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒന്നിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ നഗരം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ഒരു മോഡൽ ഉണ്ടാക്കി നോക്കുകയും അതിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ചാണ് അവർ ഓരോ തീരുമാനങ്ങളും എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ നഗരത്തിൽ മുകളിൽ ഒരൊറ്റ കറണ്ട് കമ്പി പോലും നമുക്ക് കാണാൻ കഴിയില്ല. അവർക്ക് ആവശ്യമുള്ള എല്ലാ കണക്ഷനുകളും മണ്ണിനടിയിലെ ടണലുകളുടെ ഒരു വലിയ ശൃംഖല വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് നാളെ എന്തെങ്കിലും പണി വന്നാൽ തന്നെ റോഡ് കുത്തിപ്പൊളിക്കാതെ ഈ ടണലിലൂടെ ചെന്ന് കാര്യങ്ങൾ ശരിയാക്കാം. അവിടുത്തെ വണ്ടികളുടെയും യാത്രകളുടെയും സിസ്റ്റം നിയന്ത്രിക്കുന്നത് ഒരു സോഫ്റ്റ്വെയറാണ്. ആളുകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കി ഇത് തത്സമയം റൂട്ടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും. സ്കൂളോ ഹോസ്പിറ്റലോ പാർക്കോ ട്രെയിൻ സ്റ്റേഷനോ എന്തുമാകട്ടെ, നഗരത്തിലെ ഏത് വീട്ടിൽ നിന്നും വെറും 15 മിനിറ്റ് നടന്നാലെത്തുന്ന ദൂരമേയുള്ളൂ. ഈ ഭാഗത്തെ കാടുകളുടെ അളവ് അവർ 11% നിന്ന് ഏകദേശം 35% വരെയാക്കി കൂട്ടിയിട്ടുണ്ട്. 2024 ആയപ്പോഴേക്കും 100,000-ലധികം സ്റ്റുഡൻസ് അങ്ങോട്ടേക്ക് താമസം മാറ്റിക്കഴിഞ്ഞിരുന്നു. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള 300-ലധികം വലിയ കമ്പനികളുടെ ബ്രാഞ്ചുകളും ഓഫീസുകളും ഇപ്പോൾ ഈ നഗരത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നഗരത്തിൻ്റെ പണി മുഴുവനായി കഴിഞ്ഞിട്ടില്ല.
പക്ഷേ ആളുകൾ അവിടെ ഇപ്പോൾ തന്നെ താമസം തുടങ്ങിക്കഴിഞ്ഞു. ആളുകൾ താമസം തുടങ്ങിയ പ്രധാന നഗരഭാഗത്തിൻ്റെ വലിപ്പം ഏകദേശം 100 മുതൽ 170 ചതുരശ്ര കിലോമീറ്റർ വരെ വരും. അതായത് കൊച്ചി നഗരത്തിൻ്റെ അത്രയും പോകുന്ന ഒരു സ്ഥലമാണിത്. എന്നാൽ ഭാവിയിൽ ഈ നഗരം മുഴുവനായി വികസിപ്പിച്ചു കൊണ്ടുവരാൻ ചൈന ഉദ്ദേശിക്കുന്ന ആകെ സ്ഥലം ഏകദേശം 1770 ചതുരശ്ര കിലോമീറ്ററാണ്. അതായത് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ വലിപ്പത്തേക്കാൾ കൂടുതലാണിത്. ഒരു ജില്ലയേക്കാൾ വലിയ സിറ്റിയെ സങ്കല്പിച്ചാൽ ഇതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകും. ഫാസ്റ്റ് ടെലിസ്കോപ്പ്. ഗുയിഷാവ് പ്രവിശ്യയിലെ മലനിരകൾക്ക് നടുവിലാണ് പ്രപഞ്ചത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ടെലിസ്കോപ്പ് പണിതു വെച്ചിരിക്കുന്നത്. ഫാസ്റ്റ് അല്ലെങ്കിൽ ചൈന സ്കൈ ഐ എന്ന് വിളിക്കുന്ന ഈ ടെലിസ്കോപ്പ് 500 മീറ്റർ വീതിയുള്ളതാണ്. അതായത് 30 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ചാലുള്ള അത്രയും വലിപ്പം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതി തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു താഴ്വരയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു സാധനം വെക്കാൻ പറ്റിയ ഇതിലും നല്ലൊരു സ്ഥലം വേറെ കിട്ടില്ല. ഈ ഫാസ്റ്റ് ടെലിസ്കോപ്പിൻ്റെ അത്രയും റേഞ്ചിലുള്ള വേറൊരു ടെലിസ്കോപ്പും ഇന്ന് ഈ ഭൂമിയിലില്ല. ഇത്രയൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇത് ശരിക്കും എന്താണ് ചെയ്യുന്നത് എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യർ പോയിട്ട് ഒരു ജീവജാലം പോലും ഉണ്ടാകുന്നതിന് എത്രയോ മുൻപ് അങ്ങ് ദൂരെ ആകാശത്തുള്ള ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദൂരെയുള്ള വസ്തുക്കളിൽ നിന്ന് വരുന്ന റേഡിയോ സിഗ്നലുകളെയാണ് ഇത് പിടിച്ചെടുക്കുന്നത്. ഈ ഫാസ്റ്റ് ഓൺ ചെയ്തതിന് ശേഷം ഇതുവരെ 1000-ലധികം പൾസാറുകളെയാണ് ഇത് കണ്ടുപിടിച്ചത്. ഈ പൾസാറുകൾ എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തെ ലൈറ്റ് ഹൗസ് പോലെ കറങ്ങിക്കൊണ്ട് എനർജി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഇവയെ കണ്ടുപിടിക്കുന്നത് വഴി ഈ പ്രപഞ്ചത്തിൻ്റെ ഘടന പണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയൊരു തലത്തിൽ മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല. ആളുകൾക്ക് ഇതിനോട് ഇത്രയും അത്ഭുതം തോന്നാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അന്യഗ്രഹ ജീവികൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ അവരുടെ സിഗ്നലുകൾ കൂടി ഇത് പരതുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും നമ്മളെപ്പോലെയുള്ള ബുദ്ധിയുള്ള ജീവജാലങ്ങൾ ഉണ്ടാവുകയും അവർ എന്തെങ്കിലും തരത്തിലുള്ള സിഗ്നലുകൾ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ മനുഷ്യൻ ഇന്നുവരെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഉപകരണം ഈ ഫാസ്റ്റ് തന്നെയാണ്. പിങ്ഗ്ലു കനാൽ. ഈ പിങ്ഗ്ലു കനാലിന് 134 കിലോമീറ്റർ നീളമുണ്ട്. തെക്കൻ ചൈനയിലെ ഗുവാങ്ഷി പ്രവിശ്യയിലൂടെ പോകുന്ന ഈ കനാൽ വലിയ വലിയ മലകൾ നേരിട്ട് വെട്ടിപ്പൊളിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പണി തുടങ്ങിയത് 2023-ലാണ്. 2026 ഈ വർഷത്തിൽ ഇത് തുറക്കുമെന്നാണ് വിചാരിക്കുന്നത്. വലിയ മലകൾ വെട്ടിപ്പൊളിച്ച് ഉണ്ടാക്കുന്ന ഒരു കനാലിൻ്റെ പണി തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ വെറും 3 വർഷം മാത്രമാണ് വേണ്ടി വന്നത്. ലോകത്ത് എവിടെയെങ്കിലും ഇത്രയും വലിയൊരു കനാൽ ഇതിനു മുൻപ് പണിതിട്ടുള്ളത് 100 വർഷങ്ങൾക്ക് മുൻപാണ്. പ്രശസ്തമായ പനാമ കനാൽ പണി തീർത്തത് 1914-ലാണ്. സൂയിസ് കനാൽ പണി തീർത്തത് 1869-ലും. അതിനുശേഷം ഇന്നുവരെ ലോകത്ത് ഒരു രാജ്യവും ഇത്രയും വലിയൊരു പുതിയ കനാൽ പണിയാൻ മുതിർന്നിട്ടില്ല. ഈ പിങ്ഗ്ലു കനാൽ വരുന്നതിന് മുൻപ് ഗുവാങ്ഷി പ്രവിശ്യയ്ക്ക് കടലിലേക്ക് നേരിട്ട് പോകാൻ ഒരു വഴിയുമില്ലായിരുന്നു. അവിടെ ഉണ്ടാക്കുന്ന സകല സാധനങ്ങളും കച്ചവട സാധനങ്ങളും കയറ്റുമതി ചെയ്യണമെങ്കിൽ ഒരു തുറമുഖത്ത് എത്തിക്കാൻ 100 കണക്കിന് കിലോമീറ്ററുകൾ കൂടുതൽ കറങ്ങി യാത്ര ചെയ്യണമായിരുന്നു. അതുകൊണ്ട് സാധനങ്ങൾ അയക്കുന്നതിനും ബിസിനസ്സുകൾക്കും ഓരോ ഇടപാടുകൾക്കും നല്ല പോലെ സമയവും പൈസയും അധികം ചിലവാകുമായിരുന്നു. എന്നാൽ ഈ പിങ്ഗ്ലു കനാൽ വരുന്നതോടെ ആ ഒരു കളി മൊത്തത്തിൽ മാറാൻ പോവുകയാണ്. പഴയ കപ്പൽ ചാലുകളിൽ നിന്ന് ഏകദേശം 560 കിലോമീറ്റർ ദൂരമാണ് ഇത് ലാഭിച്ചു കൊടുക്കുന്നത്. അതോടൊപ്പം നാട്ടിൻപുറം പോലെ ചുറ്റും കരയാൽ ചുറ്റപ്പെട്ട ഒരു വലിയ സ്ഥലത്തിന് കടലിലേക്ക് നേരിട്ട് പോകാനുള്ള ഒരു സ്വന്തം വഴിയും ഇതിലൂടെ ലഭിക്കുകയാണ്. ഇതുകൊണ്ട് അവിടെ വരാൻ പോകുന്ന സാമ്പത്തിക ലാഭം അത്ര വലുതാണ്. പണ്ട് തുറമുഖങ്ങളിൽ നിന്ന് ദൂരെ ആയതുകൊണ്ട് ഗുവാങ്ഷിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടങ്ങിയാൽ വലിയ ചിലവാകുമെന്ന് കരുതി മാറ്റിവെച്ച കമ്പനികളൊക്കെ ഇപ്പോൾ അവിടെ ലാഭകരമായി നടത്താൻ പറ്റുന്ന അവസ്ഥയായി. സാധനങ്ങൾ വളരെ പെട്ടെന്ന് കൈമാറാൻ പറ്റും. ഈ ഒരൊറ്റ കനാൽ കൊണ്ട് ആ ഒരു ഏരിയയുടെ വളർച്ചയാണ് സംഭവിക്കാൻ പോകുന്നത്. ഹോങ്കോങ് ഷുഹായ് മക്കാവു ബ്രിഡ്ജ്. വെള്ളത്തിന് മുകളിലൂടെ പാലം പണിയുന്നത് നമ്മൾ സാധാരണ കാണുന്ന കാര്യമാണ്. ചെറുതും വലുതുമായ പാലങ്ങൾ ലോകത്ത് എല്ലായിടത്തുമുണ്ട്. പക്ഷേ ഈ ഹോങ്കോങ് ഷുഹായ് മക്കാവു ബ്രിഡ്ജ് പണിതിരിക്കുന്നത് വലിയ വലിയ കാർഗോ കപ്പലുകൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള കപ്പൽ ചാലുകളിലൊന്നായ പേൾ റിവർ ഡെൽറ്റയ്ക്ക് കുറുകെയാണ്. കപ്പലുകളുടെ പോക്കിനെ ഒട്ടും തടസ്സപ്പെടുത്താതെ വാഹനങ്ങൾക്ക് പോകാൻ ഒരു പാലം പണിയുക എന്നത് വലിയൊരു തലവേദനയായിരുന്നു. ഇതിനായി ഈ പാലത്തിൻ്റെ ഒരു ഭാഗം നേരെ കടലിനടിയിലേക്കാണ് പോകുന്നത്. കപ്പലുകൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ മുകളിലൂടെ സുഖമായി പോകാൻ എഞ്ചിനീയർമാർ കടലിനടിയിലൂടെ ഒരു വലിയ ടണൽ പണിതുവെച്ചു. കടലിന് നടുവിലുള്ള ഈ ടണലിലേക്ക് കാറുകൾക്ക് കയറാനും ഇറങ്ങാനും വഴിയുണ്ടാക്കാൻ വേണ്ടി
വേറെ പണിയൊക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർ കടലിന് നടുവിൽ കൃത്രിമമായിട്ടുള്ള ആർട്ടിഫിഷ്യലായ 2 ദ്വീപുകൾ ഉണ്ടാക്കിയെടുത്തിരുന്നു. ഈ പാലത്തിൻ്റെ ആകെ നീളം 55 കിലോമീറ്ററാണ്. ലോകത്ത് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ ഓഷ്യൻ ബ്രിഡ്ജും ടണൽ സിസ്റ്റവുമാണിത്. ശക്തമായ ടൈഫൂൺ ചുഴലിക്കാറ്റുകളെയും വലിയ ഭൂകമ്പങ്ങളെയും ഇനി 3 ലക്ഷം ടൺ ഭാരമുള്ള വലിയൊരു കപ്പൽ വന്ന് നേരിട്ട് ഇടിച്ചാൽ പോലും ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ് ഇത് പണിതു വെച്ചിരിക്കുന്നത്. ഇതുകാരണം ഹോങ്കോങ്ങും ഷുഹായും തമ്മിലുള്ള യാത്രാ സമയം പണ്ടത്തെ 3 മണിക്കൂറിൽ നിന്ന് വെറും 40 മിനിറ്റായി കുറഞ്ഞു കിട്ടി. കടൽ കാരണം അകന്നുകിടന്ന 2 നഗരങ്ങൾ തമ്മിൽ ഇങ്ങനെയൊരു ബന്ധം വരുമ്പോൾ അവിടുത്തെ കച്ചവടവും ടൂറിസവും ആളുകളുടെ ജീവിതവുമൊക്കെ മൊത്തത്തിൽ മാറും. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ പ്രൊജക്റ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.